മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. PT മുഹമ്മദ് എന്ന ഒരു ഉസ്താദിന്റെ ട്രാവൽ വ്ലോഗുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മൗദൂദികളുടെ കരണത്ത് അടിക്കുന്നതിന് സമമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അമ്മാതിരിയുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾക്ക് കിട്ടിയിട്ടുള്ളൊരു കരണത്തടി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇദ്ദേഹം ഉസ്താദിന്റെ അതേ വേഷത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തുടനീളം 4 വർഷത്തോളമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ യാഥാർത്ഥ്യം ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ട്രാവൽ വ്ലോഗിന്റെ ഓരോ വീഡിയോകളും ഒരു പ്രത്യേക ശൈലിയിലാണ്. ആർക്കും ഒന്ന് കേട്ടിരിക്കാൻ തോന്നും. ഞാനും ഇടയ്ക്കൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആ വീഡിയോകളൊക്കെ തന്നെ കാണാറുണ്ട്. എനിക്ക് ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനം എനിക്ക് കുറച്ച് ആളുകൾ അയച്ചു തന്നതുമാണ്. ഇദ്ദേഹം ഒരു പ്രത്യേക ശൈലിയുണ്ട്. അതായത് ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാറുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഏകദേശം യാത്ര തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരിടത്ത് പോലും ഈ വേഷം ധരിച്ചതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയോ അകറ്റലോ ഞാൻ നേരിട്ടിട്ടില്ല എന്നതാണ് സത്യം. ആളുകൾക്ക് ഈ വേഷം കണ്ടതുകൊണ്ടുള്ള ഒരു കൗതുകം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ സുപരിചിതമായ ഒരു വേഷമായതുകൊണ്ട് ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഈ വേഷം അത്ര സുപരിചിതമല്ല. അതുകൊണ്ടുള്ള ചില കൗതുകങ്ങളുണ്ട് എന്നല്ലാതെ ആളുകൾ നമ്മൾ വർഗീയമായി സംസാരിക്കുകയോ വർഗീയമായി പെരുമാറുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. ഞാനിപ്പോൾ ഈ സെഷൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നലെ സന്ദർശിച്ചത് ഗോവിന്ദയുടെയും അമ്മയുടെയും ഒരു കൃഷിഭൂമിയാണ്. അവരുടെ ചെറ്റക്കുടിയിൽ നിന്ന് 2 ഗ്ലാസ് ചായ തന്നാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയതയും പൂണ്ട് വിളയാടുന്ന സ്ഥലം ഒരു രാജ്യം സോഷ്യൽ മീഡിയ രാജ്യമാണെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ മനുഷ്യ മനസ്സിലേക്ക് അത്രമേൽ വർഗീയത എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് നഗ്നമായ സത്യം. പലപ്പോഴും ഈ വേഷം ധരിച്ചതുകൊണ്ട് പലയിടത്തും ഉത്തർപ്രദേശിലൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ എഴുതിയതൊക്കെ കാണാറുണ്ട്, തൊപ്പിയിട്ടാൽ തല്ലിക്കൊല്ലുന്ന ഉത്തർപ്രദേശ് എന്നൊക്കെ. പക്ഷേ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം 4 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപക്ഷെ വിദൂരതയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ അടുത്ത് എന്ന് അറിയുമ്പോൾ ആളുകളുടെ ഇടയിലോ ആളുകളുടെ മനസ്സിലോ ഇത്തരം പ്രശ്നങ്ങളില്ല എന്നാണ് എനിക്ക് അവിടെ നിന്നും വ്യക്തമായി ബോധ്യപ്പെട്ടത്. നിങ്ങൾ കേട്ടില്ലേ? ഇത് കേട്ട സമയത്ത് ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ കാരണം വ്യക്തമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളിക്കാം. നമുക്ക് ഇദ്ദേഹം പറഞ്ഞതൊന്ന് പരിശോധിക്കാം. അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു, ഞാൻ ഈ വേഷത്തിൽ ഈ രാജ്യത്തുടനീളം 4 വർഷത്തോളമായിട്ട് സഞ്ചരിക്കുക, എനിക്കൊരു ബുദ്ധിമുട്ടോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇന്നേ വരെ ഈ ഒരു വേഷത്തിൽ സഞ്ചരിച്ചത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിലെ അടുപ്പുകൂട്ടികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് എന്താണ് ഇവിടെ നിരന്തരം പ്രചരണം നടക്കാറുള്ളത്? തൊപ്പിയിട്ടാൽ പോലും തല്ലിക്കൊല്ലും, അതാണ് ഉത്തർപ്രദേശ്, അതാണ് ഉത്തരേന്ത്യ എന്ന നിരന്തരം ഇവിടെ പ്രചരണം നടത്താറുള്ളത്. അതൊക്കെ അങ്ങ് പൊളിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ PT മുഹമ്മദ് എന്ന ഉസ്താദ് രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം അതങ്ങ് വെട്ടി തുറന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെച്ച്, നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനം മുസ്ലിങ്ങളായിട്ട് തന്നെ ഉത്തർപ്രദേശിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. അവർക്ക് അവിടെ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലുമാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഉത്തർപ്രദേശ്? യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിനെ കുറിച്ചാ ഇദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ മുസ്ലിങ്ങൾ ഈ ഉത്തർപ്രദേശിൽ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ തോന്നിയതുപോലെ കള്ളപ്രചരണമാണ് ഇവരൊക്കെ നടത്തുന്നത് എന്ന് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ വിഷയം തന്നെ നമുക്ക് ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കാം. നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ 2024 എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ വലിയ മോശമായ രീതിയിൽ തന്നെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലും ഇവിടെയുള്ള തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾ ഒരക്ഷരം വേണ്ടില്ല.
അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ബോധമുള്ള പൊതുസമൂഹം അടിച്ചോടിക്കില്ല ഇത്തരം തീവ്രവാദ അനുകൂലികളെ. അവരതിനു വേണ്ടില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് നമുക്കൊക്കെ തന്നെ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കുമല്ലോ. എന്നാൽ ഇത്തരം തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾ നമ്മുടെ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ഉള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുമ്പോൾ അതിൽ മതം കലർത്തും, അതിൽ ജാതി കലർത്തും, അതിലാവുന്നതൊക്കെ തന്നെ കലർത്തിയിട്ട് അതിൽ പാർട്ടി കലർത്തും. അങ്ങനെ പരമാവധി മോശമാക്കിയിട്ട് ഇവിടെ പ്രചരണം നടത്തും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. 140 കോടിയിലധികം ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരിൽ ഈ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിലുള്ളതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതൊക്കെ തന്നെ അവിടങ്ങളിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾ വലിയ രീതിയിൽ ഒരു പാർട്ടിക്കെതിരെയായിട്ടൊക്കെ തോന്നിയതുപോലെ ഇവിടെ കള്ളപ്രചരണം നടത്തും. ആ കള്ളപ്രചരണങ്ങളൊക്കെയാണ് ഈ ഉസ്താദ് അങ്ങ് പൊളിച്ചെറിഞ്ഞിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ ഭാരതത്തില് ഈ ഉസ്താദിന്റെ വേഷം ഇട്ടുകൊണ്ട് രാജ്യത്തുടനീളം 4 വർഷത്തോളമായിട്ട് സഞ്ചരിക്കുക, ഒരു പ്രശ്നവുമില്ല. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് ഇവിടെ കള്ളപ്രചരണം നടത്തുന്നത്. അദ്ദേഹം 10 വർഷവും കഴിഞ്ഞ് ഇനി അടുത്ത ടൈമിലും അദ്ദേഹം തന്നെ മുന്നോട്ട് പോവുക. ഇനിയും എത്ര കാലം ഈ കള്ളം പ്രചരിപ്പിച്ച് ഇവിടെയുള്ള മൗദൂദികൾക്കും അടുപ്പുകൂട്ടികൾക്കും മുന്നോട്ട് പോവാൻ സാധിക്കും? ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന്റെ ഈ ഒരു വെട്ടി തുറന്നുള്ള പറച്ചിൽ കേട്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി എന്നത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഒരു ശിഹാബ് ചോട്ടൂരിനെ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമല്ലോ. ഹജ്ജിന് നടന്നുകൊണ്ട് യാത്ര ചെയ്തിട്ടുള്ളത് നടന്നുകൊണ്ടാണ്. അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമായിരുന്നു നടന്നുകൊണ്ട് ഹജ്ജിന് പോകണം എന്നുള്ളത്. പല വിമർശനങ്ങളും പല രീതിയിലും അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു നടന്നുകൊണ്ട് ഹജ്ജിന് പോവുക എന്നുള്ളത്. അതിന് അദ്ദേഹം തുനിഞ്ഞിറങ്ങി. അതിന് അദ്ദേഹത്തിന്റെ ഒപ്പം ഗവൺമെന്റുകൾ പോലും ഒപ്പം നിന്നു. അതെങ്ങനെയാ? അദ്ദേഹം കേരളം കഴിഞ്ഞ് ഓരോ സംസ്ഥാനങ്ങളിലൂടെയും നമ്മുടെ രാജ്യത്തൂടെ നടന്നു പോകുമ്പോൾ വലിയ ജനാവലിയായിരുന്നു അദ്ദേഹത്തെയും സ്വീകരിക്കാനും അദ്ദേഹത്തിനൊപ്പം നടക്കാനും ഉണ്ടായിരുന്നത്. അവിടങ്ങളിലൊക്കെ തന്നെ ഓരോ സർക്കാരുകൾ, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണെങ്കിൽ അവരുടെ പോലീസ് പ്രൊട്ടക്ഷൻസ്, അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രൊട്ടക്ഷന്, നമ്മുടെ രാജ്യത്തുടനീളം അദ്ദേഹത്തിന് വലിയ സുരക്ഷ പോലീസ് സംവിധാനങ്ങൾ കൊടുത്തു. എന്നാൽ മുസ്ലിങ്ങൾ ഭരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഹജ്ജിന് നടന്നു പോകാനുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് അതൊക്കെ തന്നെ ചർച്ചയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ തുടർന്ന് അദ്ദേഹം ഈ നാട്ടിലെത്തിയ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്: താങ്ക്സ് PM മോദി സാർ, ഐ ആം പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ. വലിയ രീതിയിൽ തീവ്രവാദ അനുകൂലികൾ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കി, വലിയ രീതിയിൽ തെറിവിളികളുമായിട്ട് രംഗത്തെത്തി. അതേപോലെ തന്നെ അടുപ്പുകൂട്ടികളും ചാടിവിടു. അടുപ്പുകൂട്ടികളുടെ പെട്ടെന്ന് തന്നെ അവർ അടുപ്പ് കൂട്ടിയിട്ട് അവരുടെ ചർച്ച അങ്ങ് തുടങ്ങി. അതിന്റെ തമ്പിയാണെന്ന് വായിച്ചേൽപ്പിക്കാം: യൂട്യൂബ് ഹാജിയെ മഹാനാക്കുന്ന ലോജിക്ക് എന്ന്. അതായത് യൂട്യൂബ് ഹാജി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമാക്കി. അതായത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വപ്നം നടന്നു പോയിട്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാ. അതിനെയൊക്കെ അങ്ങ് അപമാനിച്ചുകൊണ്ട് മൗദൂദികൾ രംഗത്തെത്തി. എന്തുകൊണ്ടാണ് മൗദൂദികൾ ഇങ്ങനെ രംഗത്തെത്തിയത്? മോദിക്ക് നന്ദി പറഞ്ഞു പോയി. മോദിക്ക് എങ്ങനെയാ ഈ ശിഹാബ് ചോട്ടൂരൊക്കെ നന്ദി പറയാതിരിക്കുക? അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ല, ഈ രാജ്യത്ത് നടന്നു പോകുമ്പോൾ ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷേ ഈ ശിഹാബ് ചോട്ടൂരിന് പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അമ്മാതിരിയുള്ള ആക്രമണങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഡിലീറ്റ് ആക്കിയതിൽ ബോധമുള്ള ഒരാൾക്ക് പോലും ഈ ശിഹാബ് ചോട്ടൂരിനെ ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിൽ വലിയൊരു വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടോ ഈ PT മുഹമ്മദ് എന്ന ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നു: ഞാൻ ഈ വേഷം ധരിച്ച് 4 വർഷത്തോളമായി, ഉസ്താദിന്റെ വേഷം ധരിച്ച് 4 വർഷത്തോളമായിട്ട് നമ്മുടെ രാജ്യത്തൂടെ സഞ്ചരിക്കുക, ഈ പറയുന്ന ഉത്തർപ്രദേശിലൂടെ സഞ്ചരിക്കുക, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന്. ലോകത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ വലിയ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയാ, സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും മുസ്ലിങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നു. വലിയ സ്വാതന്ത്ര്യത്തിലാണ്
നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ മൗദൂദികൾ, ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകല ആളുകളുടെയും ലക്ഷ്യം തീവ്രവാദമാണ്. അതിന് അറിയാതെ പോലും ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ കുട പിടിക്കരുത് എന്ന് സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത്. നരേന്ദ്രമോദിയുടെ ഭാരതത്തില് ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്കും ഒരു വിഷയവുമില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. ഇത്തരത്തിൽ ഇവിടെ വലിയ പ്രശ്നമുണ്ട് എന്ന് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചോ, ഒരു തീവ്രവാദ ഗ്രൂപ്പുകളെയും ഒന്ന് തലപൊക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരം തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾ നിരന്തരം വലിയ രീതിയിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള കള്ളപ്രചരണം ഈ തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾ നടത്തുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. നരേന്ദ്രമോദിയുടെ ഭാരതമായതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിച്ചത്. അത് നിരോധിക്കുക തന്നെയാണ് വേണ്ടതും. ഒരു തീവ്രവാദ അനുകൂല ആളുകളും പത്തിപൊങ്ങാൻ അനുവദിക്കാതെ തന്നെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.